ഈ പയ്യൻ, അതായത് ഈ കോളേജിൽ പഠിക്കുന്ന ഈ കുട്ടി അവൻ്റെ 5ാം ക്ലാസ് തൊട്ട് മദ്യപാനത്തിന് അടിമയാണ്. അപ്പനറിയാതെ തന്നെ അപ്പൻ വെച്ചിരിക്കുന്ന മദ്യം എടുത്ത് കുടിക്കാൻ തുടങ്ങി. മദ്യം കഴിക്കുമ്പോൾ അവർ പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു. അതുവരെ കണ്ടൊരു വ്യക്തിയല്ലാതെ വേറൊരു രീതിയിൽ അവർ ബിഹേവ് ചെയ്യുന്നു. എന്തോ അവർക്കൊരു വേറൊരു എന്താ പറയുക, ഒരു ഇമാജിനേഷനിൽ ലോകത്തേക്ക് എത്തിയ പോലെ തോന്നും. അപ്പോൾ ഇതിൻ്റെ എന്താണ് കണ്ടന്റ്, അല്ല ഇതിൻ്റെ സുഖം എന്താണ്, അല്ല ഇതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോയെന്ന് അറിയാനായിട്ട് പാത്തും പതുങ്ങിയും ഈ പയ്യൻ ഈ ചെറിയ ഈ ഗ്ലാസ്സിൽ അറ്റത്ത് പറ്റിയിരിക്കുന്ന 1-2 തുള്ളികൾ ചേർത്ത് വെച്ച് കുടിക്കും. അതായത് ഇപ്പം അപ്പൻ എന്തെങ്കിലും സാധനം എടുക്കാൻ അടുക്കളയെന്ന് പറയുമ്പം ഇവനായിരിക്കും ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതും അല്ലെങ്കിൽ ടച്ചിങ്സൊക്കെ എടുത്തുകൊണ്ട് വരുന്നതും അല്ലെങ്കിൽ ആ ടേബിളൊക്കെ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഇവനായിരിക്കും. അപ്പോൾ ഈ ആൾക്കാർ കുടിച്ച് ബാക്കി വെച്ചിരിക്കുന്ന മദ്യത്തിൽ നിന്ന് 3-4 ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒഴിച്ചൊഴിച്ച് വരുമ്പം ചെറിയൊരു സിപ്പ് കിട്ടും. അങ്ങനെ അവൻ ടേസ്റ്റ് ചെയ്ത് അപ്പനറിയാതെ തന്നെ അപ്പൻ വെച്ചിരിക്കുന്ന മദ്യം എടുത്ത് കുടിക്കാൻ തുടങ്ങി. 5 പഠിക്കുന്ന പയ്യനാണ്. 5 പഠിക്കുന്ന സമയത്ത് തുടങ്ങിയ പരിപാടിയാണ്. അത് ഗ്രാജുവലി വന്ന് ഈ 10 കഴിഞ്ഞ് 11 കഴിഞ്ഞ് കോളേജിലോട്ടൊക്കെ ചെന്നപ്പോഴത്തേക്ക് ഈ പയ്യനെ ചെറിയ മദ്യം അല്ലെങ്കിൽ മദ്യം കൊണ്ട് അവനൊരു സംതൃപ്തി കിട്ടാതെയായി. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് അവൻ പ്രവേശിക്കാൻ തുടങ്ങി, ലഹരി വസ്തുക്കളിലേക്ക്. ഞാനിത് പറയാൻ കാര്യം കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ തെറ്റിപ്പോകുന്നു എന്ന് പറയുമ്പം തെറ്റിപ്പോകുന്നതിൻ്റെ തുടക്കം പലപ്പോഴും നമ്മുടെ വീടുകളിൽ നിന്നാണ്. ദയവ് ചെയ്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുടെ മുന്നിൽ നിന്ന് മദ്യപാനം കഴിവതും നിങ്ങൾ ഒഴിവാക്കണം. കുഞ്ഞുങ്ങൾ വഴിതെറ്റാൽ അത് മതി.